വളരെ ന്യൂട്രീഷ്യസും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പറാട്ടയാണ് മേത്തി പറാട്ട. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മേത്തി പറാട്ട ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മേത്തി പറാട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി, ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ ചില്ലി പൗഡർ, അര ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി, ജീരകം പൊടി 1/4 ടീസ്പൂൺ. ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒന്നുകിൽ എണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെയ്യ്. ഇവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ചേർക്കുക. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കുക. ഓക്കെ, അത് നന്നായിട്ട് ആ നെയ്യ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത സവാള. എപ്പോഴും ഇതിനകത്ത് ചേർക്കുമ്പോൾ വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത്, ഒരു വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തേക്കുന്ന. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഓപ്ഷണലാണ്, നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇടുക, നല്ലൊരു ഫ്ലേവറാണ്. അയമോദകം, അതൊരു പൊടിക്ക് മതി, ഒരു 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി, അത് ഞെരട്ടിയിട്ടിടുക. അടുത്തായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉലുവ ഇല, മേത്തി ലീവ്സ്. മേത്തി ഇല ഇപ്പം നല്ലതായിട്ട് വളരെ കോമൺ ആയിട്ട് തന്നെ നമുക്കിവിടെ എല്ലാ കടകളിലും കിട്ടാറുണ്ട്. അതിടുക. അത് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ഒരു ബഞ്ചാണ്. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് കാണും. ഇത് കൂടുതലുണ്ടെങ്കിലും നല്ലതാണ്. അത് ഓരോ ഇലയായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുക. അതിൻ്റെ തണ്ടില്ലാണ്ട് ഇങ്ങനെ ഇലയായിട്ട് എടുക്കുക. അതൊന്ന് റഫായിട്ട് വേണമെങ്കിൽ ചോപ്പ് ചെയ്യാം. വളരെ ചെറിയ ഇലയാണ് ഉലുവ ഇല. അപ്പോൾ അത് ചോപ്പ് ചെയ്തില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. അതിൻ്റെ തണ്ടില്ലാണ്ട് എടുക്കുക. ഉലുവ ഇല നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം വാർന്ന് വെച്ചേക്കുന്നതാണ്. അതുകൂടി ഇടുക. ഇത് വിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർത്തു. ഉലുവ ഇലയും നമ്മൾ നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്തു മാവുമായിട്ട്. ഇനി ഇതിനകത്തേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇടാം. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന തൈരാണ്, 2 ടേബിൾ സ്പൂൺ തൈര്, നിറച്ച് തൈര്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കഴിക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ഇടാം, അതൊക്കെ വേണമെങ്കിൽ ഇടാവുന്നതാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലൊരു സ്മൂത്ത് ഡോ ആയിട്ട് കഴിക്കാം. ഇൻ കേസ് നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു സ്മൂത്ത് ഡോ ആക്കി എടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയുടെ ഇതനുസരിച്ച് വ്യത്യാസം വരും വെള്ളത്തിന്. അതെപ്പോഴും നോക്കി ഉപയോഗിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു സ്മൂത്ത് ഡോ ആയി. ഇതൊരു നന്ന തുണിയിട്ട് കവർ ചെയ്ത് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്തു. ഇനി ഡോ ഒന്നുകൂടെ സോഫ്റ്റായി. ആവശ്യത്തിന് പൊടിയിട്ട് ഒത്തിരി വെറ്റാണെങ്കിൽ ചെറുതായിട്ട് പൊടിയിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കുക.
പൊറോട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി തിന്നായിട്ട് പരത്തത്തില്ല, ഇച്ചിരി തിക്കായിട്ടാണ് എടുക്കുന്നത്. ഇതിനെ ഒരു 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വേണ്ടി ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഏകദേശം ഒരേ വലുപ്പത്തിൽ ഡിവൈഡ് ചെയ്ത് ഇനി ഓരോന്നും തിന്നായിട്ട് പരത്തിയെടുക്കാം. ഒത്തിരി തിന്നല്ല, ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തുക. ഓക്കെ, ഈ ഒരു വലുപ്പത്തിൽ പരത്തിയ ശേഷം കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തൂക്കാം. ഞാൻ നെയ്യാണ് യൂസ് ചെയ്തേക്കുന്നത്. ചെറുതായിട്ട് പൊടി ഇച്ചിരി ഡസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇതേപോലെ ഓരോന്നും ഈ ഒരു രീതിയിലാക്കി മാറ്റുക. പൊടിയിടുമ്പോൾ കുറേശ്ശെ ആഡ് ചെയ്താൽ മതി. ഇതേപോലെ മാറ്റി വെക്കുക. ഇത് 4 നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനിയും ഓരോന്നും എടുത്ത് ഇച്ചിരി തിക്കായിട്ട് പരത്തിയെടുക്കാം. പൊടി ആവശ്യത്തിന് ഇടുക. ഇച്ചിരി തിക്കായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ സ്ക്വയർ ആയിട്ട് മടിക്കണേൽ സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് റോൾ ചെയ്യുന്നത്. ഇതൊന്നും ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ റൗണ്ടായിട്ടും വേണമെങ്കിൽ പരത്തിയെടുക്കാം. ഇതേപോലെ ബാക്കിയും ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് പാൻ ഹീറ്റ് ചെയ്യാം. പാൻ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് നെയ്യോ ഓയിലോ അപ്ലൈ ചെയ്യുക. ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇച്ചിരി കട്ടിക്കാണല്ലോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിം കുക്ക് ചെയ്തെടുക്കുക. സമയം കൊണ്ട് അടുത്തത് പരത്തിയെടുക്കുക. പറാട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് നെയ്യോ ഓയിലോ ഇട്ട് കൊടുക്കണം. എന്നാലേ അകത്തോട്ടൊക്കെ കുക്കാകത്തുള്ളൂ. മാത്രമല്ല ഫ്ലേവറുമാണ്. അതുകൊണ്ട് നന്നായിട്ട് കൊടുക്കുക.
അപ്പം മെത്തി പറാട്ട 2 സൈഡിലും കുക്ക്ഡ് ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വീണ്ടും ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഗീ കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗീക്ക് പകരം ഓയിൽ കൊടുക്കാം, അല്ല രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പകുതി പകുതി ആക്കി വേണമെങ്കിലും കൊടുക്കാം. ഇതും 2 സൈഡും കുക്ക്ഡായി മാറ്റാം. നമ്മുടെ മേത്തി പറാട്ട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ഒരു അളവിൽ 4 പറാട്ടാസാണ് കിട്ടുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇതിൻ്റെ നല്ല ഫ്ലേക്കി ആയിട്ടാണ് ഇത് ഇങ്ങനെ കിട്ടിയത്. മെയിൻലി നമ്മൾ അതിനകത്ത് നെയ്യ് തേച്ചുകൊണ്ടാണ്, നെയ്യ് തേച്ച് ആ ഒരു ഫോൾഡ് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലേക്കി ആയിട്ട് കിട്ടുന്നത്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ല ന്യൂട്രീഷ്യസ് ആണ്, കൂടാതെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിന് നമ്മളിതിൻ്റെ കൂടെ വലിയ അക്കമ്പനിമെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ ഒരു സാലഡും ഇച്ചിരി തൈരും കൂടെ സെർവ് ചെയ്താൽ, വേണമെങ്കിൽ ഒരു അച്ചാറൂടെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സലൻറ്റ് കോമ്പിനേഷനാണ്. ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യുക. ഇനിയും ഇതേപോലെ നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.